വെൽക്കം ടു സിംപ്ലിഫൈങ് ലോ. അപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നിലെ വീഡിയോയിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പണിഷ്മെൻറ്റ് അണ്ടർ BNS പറഞ്ഞിരുന്നു. ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് അണ്ടർ BNS അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത. ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫിൻ്റെ ഡെഫിനിഷനും അതുപോലെ മീനിങ്ങുമാണ്. A sentence for life meaning the prisoner must save the remainder of their natural life in prison. അതായത് നാച്ചുറലായിട്ടുള്ള അയാളുടെ ജീവിതം എന്ന് പറയുന്നത് ഇനി പ്രിസണിലായിരിക്കും എന്നാണ് പറയുന്നത്. സെക്ഷൻ 71 ഇത് പറയുന്നത്. ഈ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 20 ഇയേഴ്സാണ്. അതായത് ടേം ഓഫ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 20 ഇയേഴ്സായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനനുസരിച്ച് അത് 14 ഇയേഴ്സാണ്. ചില കേസസിൽ നമ്മൾ 14 ഇയേഴ്സായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യും, അതിനെ കൺസിഡർ ചെയ്യും. നമ്മൾ 2 സാഹചര്യങ്ങളിലാണ് ഈ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് കൊടുക്കുക. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പറ്റുന്ന പണിഷ്മെൻറ്റ്, അതായത് ഡെത്ത് പെനാൽറ്റി നമ്മൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒഫൻസ് ആണെങ്കിൽ നമ്മൾ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് കൊടുക്കും. രണ്ടാമത്തത് ഈ ഡെത്ത് സെൻറ്റൻസിന് നമ്മൾ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫായിട്ട് കമ്മ്യൂട്ടഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫായിരിക്കും ആ സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കുക. ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമ്പിൾ ഇംപ്രിസൺമെൻറ്റും ഉണ്ട്, റിഗ്രസ് ഇംപ്രിസൺമെൻറ്റും ഉണ്ട്. സോ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ എപ്പോഴും റിഗ്രസ് ഇംപ്രിസൺമെൻറ്റ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഈ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് ലോ നമുക്ക് നോക്കാം. ശങ്കർ ഖാദെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ഇതിൽ നമ്മൾ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മളിതിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു, അതായത് അയാളുടെ നാച്ചുറൽ ലൈഫ് എന്ന് പറയുന്നത് ഇനി പ്രസൻറ്റിലായിരിക്കും. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 14 ഇയേഴ്സ് അല്ലെങ്കിൽ 20 ഇയേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, അത് ഇടയിൽ നമുക്ക് റിലീസ് ചെയ്യാനോ ഏർലി നമുക്ക് അവരെ വിടാനൊക്കെ ആർക്ക് പറ്റും, ഗവൺമെൻറ് പ്രൊസീജിയേഴ്സ് വഴി പറ്റും. അതിൽ ഏതൊക്കെ അതോറിറ്റീസാണ് ഉണ്ടാവുക, ഗവൺമെൻറ്, ഗവർണർ, പ്രസിഡൻറ്റ്, ഇവർക്കൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ 20 ഇയേഴ്സിനെ നമ്മൾ നേരത്തെ പറഞ്ഞു അത് കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റും ആർക്ക്, ഗവൺമെൻറ്റിന്. 14 ഇയേഴ്സായിട്ട് ചില സർട്ടൺ കേസസിൽ ഗവൺമെൻറ്റിന് കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പണിഷ്മെൻറ്റിൻ്റെ പാർട്ട് 3 കൂടി ഉണ്ടാവും. അതായിരിക്കും ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. Thank you for joining me. I hope you found it helpful. Don't forget to like and subscribe for more law related contents. Thank you.